ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ തുടങ്ങിയിട്ടല്ലോ അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയില്ലേ? എല്ലാവരും മഴയൊക്കെ ആസ്വദിച്ചിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വിഭവമായിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള എഗ് റോസ്റ്റാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള എഗ് റോസ്റ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോഴിമുട്ട നമ്മുടെ പ്രഷർ കുക്കറിലാണ് വേവിച്ചിരുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിരുന്നു കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് എന്താ വെച്ചാൽ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി വെച്ചിട്ട് നമ്മൾ നമ്മുടെ എഗ് റോസ്റ്റിനുള്ള ഫസ്റ്റ് പ്രൊസീജിയർ തുടങ്ങുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ 3 സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 3 മീഡിയം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മൾ പറയണ പോലെ തന്നെ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കുറച്ച് എണ്ണ കുറവുണ്ട്, ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. ഇത് വഴണ്ടി വരാൻ ആവശ്യമായ എണ്ണ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇത് രണ്ടാമത് ചേർത്താൽ മതി, കാരണം നമ്മൾ തുടക്കത്തിൽ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ചേർക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വഴണ്ട് വരണവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാള ഒരു നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായി അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തക്കാളി നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ, നന്നായി വഴണ്ട് വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തക്കാളി പേസ്റ്റ് പോലെ ആവണവരൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളി ഒരു 3/4 ഭാഗം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ കേട്ടോ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ നമ്മൾക്ക് ഗരം മസാല ചേർക്കാം, അതേപോലെ തന്നെ ചിക്കൻ മസാലയും ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്, 1 സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നല്ലോ, ആ ഉപ്പ് പോരാ. അപ്പോൾ നമ്മളൊരു ലേശം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ മിക്സൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി മസാലയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ചെറിയ ചൂടായിട്ടുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം ചെറിയ ചൂടുവെള്ളം ഒഴിക്കണ്ടേ. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റിനുള്ള മസാല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മസാലയൊക്കെ അതിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. നമ്മളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇതില്ല, അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ചാണ്, ലേറ്റായിട്ടാണ് നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി നമ്മളൊന്ന് ചൂടിൽ വെക്കുന്നുണ്ട് കേട്ടോ, കോഴിമുട്ട ഇട്ടതിന് ശേഷം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എഗ് റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിക്കൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.